ഇവിടെ ഈ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കുക. നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സജീഷ് ഗോവിന്ദൻ. ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. കണ്ടില്ലേ, കാറിൻ്റെ റൈറ്റ് സൈഡിൽ ചെറിയൊരു ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാം. അതേപോലെ തന്നെ കാറിൻ്റെ ലെഫ്റ്റ് സൈഡ് നിങ്ങൾ നോക്കുക, ഇവിടെയും ചെറിയൊരു ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ ഇവിടെ കാർ പാർക്ക് ചെയ്തതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വളരെ കുറഞ്ഞ സ്പേസേ ഉള്ളൂ. അതുകൊണ്ടാണ് വളരെ കൺജസ്റ്റഡ് ആയ ഒരു സ്പേസിൽ ഇങ്ങനെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ലെഫ്റ്റ് സൈഡ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഇനിയിപ്പോൾ ഞാൻ ഈ വണ്ടിയുടെ ബാക്ക് സൈഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടെയും ഒരു ചെറിയ സ്പേസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വളരെ അടുപ്പിച്ചിട്ട് ഈ വണ്ടി ഇപ്പോൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ഒരു വണ്ടി ഇവിടുന്ന് എടുക്കുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് എടുക്കണം. വണ്ടിയുടെ ബാക്ക് സൈഡ് നിങ്ങൾ നോക്കുക, ചെറിയൊരു സ്പേസ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു സ്പേസ് ഇവിടെ ബാക്കിലും ഉണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാനിപ്പോൾ ഈ കാറിൻ്റെ ഡോറ് തുറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ലെഫ്റ്റ് സൈഡിലുള്ള ഡോറ് പതിയെ തുറക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് നമ്മൾക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല. എന്നാൽ കുറച്ച് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒരാൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് കഴിയും. അത്ര ഒരു സ്പേസ് മാത്രമേ ഇവിടെയുള്ളൂ. ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്യാതെ വേറെ ഓപ്ഷൻ ഇല്ല, കാരണം ചെറിയ സ്പേസാണ്. പക്ഷേ നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡോറ് ഫുള്ളായിട്ട് തുറക്കാൻ വേണ്ടിയിട്ട് പറ്റണം. ഇല്ലെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന വണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വോളോ മറ്റുണ്ടെങ്കിൽ അവിടെ തട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരിക്കലും പാർക്ക് ചെയ്യരുത്. ഇനിയിപ്പോൾ ഇവിടെ നോക്കുക, ഈ ഒരു ഡോറ് ഞാനിപ്പം ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ചെറിയൊരു ഗ്യാപ്പാണുള്ളത്. പക്ഷേ ഈ ഡോറ് തുറന്നിട്ട് ആളിന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് കഴിയും. പക്ഷേ നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഡോറ് തുറക്കാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടായിരിക്കണം. മറ്റുള്ള വണ്ടിക്ക് മുട്ടരുത്. ഇവിടെ ഇതാ ചെറിയൊരു സ്പേസ് മാത്രമേ ഉള്ളൂ. കാർ പോർച്ചിൽ സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ് കറക്റ്റായിട്ട് ഇങ്ങനെ തുറന്ന് ജസ്റ്റ് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു സ്പേസ് എപ്പോഴും മുന്നിൽ കണ്ട് വേണം എവിടെയെങ്കിലും നിങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല സ്പേസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് അല്ലെങ്കിൽ വേറൊരു വണ്ടിയുടെ അടുത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്ത് അല്ലെങ്കിൽ വേറൊരു വണ്ടി വരാൻ ചാൻസ് ഉള്ള സ്ഥലത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ഡോറ് ഫുള്ളായിട്ട് തുറക്കാൻ പറ്റുന്ന ഒരു ഗ്യാപ്പ് രണ്ട് വണ്ടികൾ തമ്മിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ചുമരാണെന്നുണ്ടെങ്കിൽ ചുമരിൻ്റെ സൈഡിലേക്ക് ഉണ്ടായിരിക്കണം. ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ടതാണ്. ഇത് മനസ്സിലാക്കാതെ വണ്ടി എവിടെയെങ്കിലും കൊണ്ടുപോയി പാർക്ക് ചെയ്യരുത്. ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ കാർ പോർച്ചിൽ നിന്ന് വണ്ടി പുറത്തേക്ക് എടുക്കണമെന്ന് വിചാരിക്കാം. ഇതൊരു പ്രൈവറ്റ് സ്ഥലമാണ്. പക്ഷേ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ റൈറ്റിലേക്കാണ് പോകേണ്ടതെങ്കിൽ സ്റ്റിയറിംഗ് പെട്ടെന്ന് ഇവിടുന്ന് റൈറ്റിലേക്ക് ടേൺ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ സൈഡ് ഒരയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതാ ഈ ഒരു തൂണിൻ്റെ ഭാഗത്തേക്ക് സൈഡ് ഒരയും. വണ്ടി കുറച്ച് മുമ്പോട്ടേക്ക് എടുത്തിട്ട് സ്റ്റിയറിംഗ് ഫുള്ളായി റൈറ്റിലേക്ക് തിരിച്ചുകൊണ്ട് വണ്ടി എടുക്കുക. അപ്പോൾ എത്ര മുമ്പോട്ടേക്ക് എടുക്കണം അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഡ്രൈവറുടെ ഷോൾഡർ ലെവല് തൂണിൻ്റെ നേരെ ആകുന്നവരെ സ്ട്രെയിറ്റ് മുൻപോട്ടേക്ക് പോവുക. അതിനുശേഷം ഫുള്ളായി റൈറ്റിലേക്ക് ടേൺ ചെയ്യുക.